ബംഗളൂരുവിൽ 100 കോടിയോളം രൂപയുടെ വൻ ചിട്ടി നടത്തി ഒരു മലയാളി സംഘം മുങ്ങിക്കളഞ്ഞതായി പരാതി. ആലപ്പുഴ രാമങ്കരിയിലെ ടോബി എവിയും ഷൈനി ടോമിയുമാണ് ഒളിവിൽ പോയിരിക്കുന്നത്. 265 പേരാണ് എ ആൻഡ് ചിട്ടി ഫണ്ട്സ് എന്ന കമ്പനിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു. റഹീസ്, ഇവർ എത്ര കാലമായിട്ട് ഇവിടെ ഈ ചിട്ടി ഫണ്ടുമായി ചെയ്യുന്നവരാണ്? അവരെ എങ്ങോട്ട് മുങ്ങിക്കളഞ്ഞു എന്നാണ് സൂചന? അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഗുഡ് മോർണിംഗ്. മോർണിംഗ് SKN. കഴിഞ്ഞ 25 വർഷമായി ബംഗളൂരുവിലുള്ള മലയാളികൾക്ക് ഏറെ സുപരിചിതരായിട്ടുള്ള ആളുകളാണിവർ. ആലപ്പുഴ സ്വദേശികളാണ്. രാമങ്കരി സ്വദേശികളായ ടോമിയും ഒപ്പം തന്നെ ഷൈനി ടോമിയും. ഇവർ 25 വർഷമായി A&A ചിറ്റ് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തി വരുന്നുണ്ട്. മാത്രമല്ല, ഈ മലയാളികളുടെ ആഘോഷവേളകളിൽ അവരുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെയും ഇവരുടെ സ്ഥിര സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഈ പള്ളി കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ ക്ലബ്ബ്, സാംസ്കാരിക കൂട്ടായ്മയൊക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവർ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. ഇവർക്ക് പ്രത്യേകമായിട്ടൊരു രീതി തന്നെ ഉണ്ടായിരുന്നു ഈ തട്ടിപ്പിന്. അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ചയോടുകൂടി ഇവരുടെ 1.5 കോടി രൂപയുടെ ഫ്ലാറ്റ് ഏതാണ്ട് ഒരു 65 ലക്ഷം രൂപയ്ക്ക് മാത്രം വിറ്റുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതോടുകൂടിയാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ വിവരം ഏതാണ്ട് പുറത്തേക്ക് വരുന്നത്. ചിട്ടിയായിട്ടും ഒപ്പം തന്നെ നിക്ഷേപങ്ങളായിട്ടും ഒക്കെ ഇവർ ധാരാളം പൈസ മലയാളികളിൽ നിന്ന് വാങ്ങിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച വരെ കൃത്യമായി പലിശ അടക്കമുള്ളവ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്, തട്ടിപ്പിൻ്റെ ഒരു അംശം മാത്രമാണ് പുറത്തു വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 100 കോടി രൂപയുടെ തട്ടിപ്പ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വിലയിരുത്തുന്നുണ്ട്. അതായത് 265 പേർ പരാതി നൽകിയതിൽ നിന്നാണ് ഇത്രയും മനസ്സിലാകുന്നത്. ബാക്കി ഏതാണ്ട് 1300ഓളം പേർ ഇവിടെ നിക്ഷേപകരായിട്ടുള്ളതുണ്ട്, ചിട്ടിയുടെ ഭാഗമായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ ആ കണക്കെടുത്ത് നോക്കിയാൽ ഈ തുക വളരെ വലുതായിരിക്കും എന്നുള്ളൊരു ആശങ്ക കൂടി നിലവിലുണ്ട്. അങ്ങനെ വ്യാഴാഴ്ചയോടുകൂടി ഇവർ ഇവിടെ നിന്ന് മുങ്ങുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു, കമ്പനി തുറക്കാതിരിക്കുന്നു. അങ്ങനെ ജീവനക്കാർക്ക് പോലും ഇവർ എവിടെയാണെന്ന് അറിയില്ല. അതിനുശേഷമാണ് നിക്ഷേപകരൊക്കെയും ബാങ്കിലേക്ക് വരികയും അങ്ങനെ തങ്ങളുടെ പണത്തിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ ഓണർമാർ ഇവിടെ ഇല്ല എന്നുള്ളൊരു വിവരം ഈ ജീവനക്കാർ നൽകുന്നത്. അതിനുശേഷമാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർ ഇത്തരത്തിൽ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരായിരുന്നു. അങ്ങനെ വിശ്വാസ്യത പിടിച്ചു പറ്റും. അപ്പോൾ അതിനുശേഷം ഈ സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധപ്പെട്ട് അവരുടെ കൂട്ടാളികളെയൊക്കെ അല്ലെങ്കിൽ കൂട്ടുകാരെ ഒക്കെയും ഈ ചിട്ടിയിലേക്ക് ചേർക്കുകയും നിക്ഷേപം വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇവരുടെ ഒരു നെറ്റ്വർക്ക് വളർത്തിയിരുന്നത്. അടുത്തിടെയായി ഇവർ പല ട്രേഡുകളിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ചില ജോലിക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഇവർ ഈ പണവുമായി മുങ്ങിയത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഇവർ വിദേശത്തേക്ക് കടന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. SKN. താങ്ക് യു.